പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ഗ്ലാഡിയോളസിന്റെ പുതിയ കിഴങ്ങിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുതും അതുപോലെ തന്നെ മുളച്ചു തുടങ്ങിയിട്ടുള്ള കിഴങ്ങാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. വേരൊക്കെ മുളച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുകളിൽ നിന്ന് മുളയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് വന്നിട്ടുള്ളത് 5 കളേഴ്സിന്റെ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 5 കളേഴ്സിന്റെ മിക്സഡ് ആയിട്ടുള്ള കിഴങ്ങുകളാണ് വന്നിട്ടുള്ളത്. കിഴങ്ങുകളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം കളർ ആവില്ല എന്നുള്ളത്. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ആയിക്കോളി. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഗ്ലാഡിയോലസ് കേട്ടോ. ഇനി ഏത് രീതിയിലാണ് ഈ ഒരു ഗ്ലാഡിയോലസ് കിഴങ്ങ് നടുക എന്നതും കൂടി പറഞ്ഞുതരാം. അതായത് നമുക്ക് ചട്ടിയിൽ വെക്കണോ പുറത്ത് വെക്കണോ എന്നതിനൊക്കെ പറ്റിയിട്ട് പറഞ്ഞുതരാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ചട്ടിയിൽ വെക്കണമെന്നും പുറത്ത് വെക്കുന്നതും ഒരേമാതിരി തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് നമുക്ക് പിന്നെയും വീണ്ടും കിഴങ്ങ് എടുക്കാൻ പറ്റുന്നത് ചട്ടിയിലായതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സേഫ് ചട്ടിയിൽ ഈ ഒരു കിഴങ്ങ് വെക്കുന്നതായിരിക്കും കേട്ടോ. ചട്ടിയിൽ വെക്കുന്ന സമയത്ത് നല്ല ഡ്രൈനേജ് ക്ലിയർ ഉള്ള നല്ല ഹോളുള്ള ചട്ടി തന്നെ എടുക്കുക. ഞാനിവിടെ ഏകദേശം ഇതിൻ്റെ ഒരു കൈയിൻ്റെ വലുപ്പത്തിലുള്ള ചട്ടിയാണ് എടുത്തുള്ളത്. ഈ ഒരു വലുപ്പത്തിലുള്ള ചട്ടിയിൽ നമുക്ക് ഏകദേശം ഒരു 3 കിഴങ്ങോ അല്ലെങ്കിൽ 2 കിഴങ്ങൊക്കെ നടാനായിട്ട് പറ്റും കേട്ടോ. നടുന്ന സമയത്ത് പോട്ട് മിക്സ് ആയിട്ട് മണ്ണ്, മണല്, ചാണകപ്പൊടി ഈ ഒരു 3 മിശ്രിതം മാത്രം യൂസ് ചെയ്താൽ മതി. അതായത് നന്നായിട്ട് നീർവാർച്ചയുള്ള പോട്ട് മിക്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ചകിരിച്ചോറൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും വളരെയധികം നല്ലത്. കാരണം എന്താ വെച്ചാൽ ചകിരിച്ചോറൊക്കെ വെള്ളം അതിന് ശേഖരിച്ച് വെക്കുന്ന ഒരു ഐറ്റാണ്. അപ്പോൾ ഈ കിഴങ്ങിന് വെള്ളം ശേഖരിച്ച് വെക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കിഴങ്ങ് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മാക്സിമം ചകിരിച്ചോറ് ഉൾപ്പെടുത്താതെ ഇരിക്കാൻ നോക്കുക. എല്ലുപൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഗ്രോത്ത് ആയി കുറച്ച് വലുതായതിനു ശേഷം എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്ലവറിന് അത്യാവശ്യം നല്ല ഗ്രോത്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ലൈഫും കിട്ടും. ഈ ഒരു കിഴങ്ങ് നടുന്ന സമയത്ത് ഏകദേശം നമ്മൾ ഈ ചട്ടിയുടെ 3/4 ഭാഗം അല്ലെങ്കിൽ അര ഭാഗമൊക്കെ പോട്ടി മിക്സ് വെച്ചിട്ട് അതിനകത്ത് ഈ ഒരു കിഴങ്ങ് 1 ഇഞ്ച് താഴ്ന്ന രീതിയിൽ മാത്രം നടുക. അതായത് മുകളിൽ നിന്ന് 1 ഇഞ്ച് താഴ്ചയിൽ മാത്രമേ ഈ ഒരു കിഴങ്ങ് വെച്ചു കൊടുക്കുക. കൂടുതൽ താഴത്തേക്ക് പോകരുത്. അതായത് ഇനി മുകളിലേക്ക് ഈ ഒരു കിഴങ്ങ് കാണുന്ന രീതിയിൽ വെച്ചാലും കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ കിഴങ്ങ് നട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ വെള്ളം നനച്ചു കൊടുക്കുക. അതായത് ഒരു 1.5 ലിറ്ററോ 1 ലിറ്ററൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് നനച്ചു കൊടുക്കുക. പിന്നീട് അതിനുശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം വീണ്ടും നനച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ ഈ ഒരു പ്ലാന്റ് വലുതായി ഒരു പ്ലാന്റ് മുളച്ചു വരുന്നത് വരെ 1 ഇടവിട്ടോ അല്ലെങ്കിൽ 2 ഇടവിട്ടോ ഉള്ള ദിവസങ്ങളിൽ മാത്രം നനച്ചു കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.